ഈ വീക്ക് റിലീസായ മൂവിയിൽ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ആ മൂവി പോയി കണ്ടാലോ എന്നൊരു ഫീൽ വന്ന്. അപ്പോൾ ഞാനങ്ങനെ ഒരു യൂട്യൂബ് റിവ്യൂവേഴ്സിൻ്റെ വീഡിയോ നോക്കി മൂവി കാണാൻ പോലില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന റിവ്യൂവും എനിക്കുള്ള എക്സ്പീരിയൻസും കറക്റ്റ് കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ്. അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ ഓൺ ചെയ്ത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ റേറ്റിംഗ് നോക്കുമ്പോൾ 5ന് 4.8. അപ്പോൾ ഐ വാസ് ലൈക്ക് വാവ്. അപ്പോൾ പിന്നെ എന്തായാലും ഇത് കണ്ടു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ താഴെയുള്ള റിവ്യൂസ് ഒന്ന് വായിച്ച് നോക്കാമെന്ന് വെച്ചു. വായിച്ച് നോക്കുമ്പോഴാണ് ലൈക്ക് എന്താ പറയുക, ഒരാൾ എഴുതിയേക്കുന്ന അതേ റിവ്യൂ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് അടുത്ത ആൾ, അതിൻ്റെ അടുത്തും സെയിം, അതിൻ്റെ അടുത്തും സെയിം, എല്ലാം ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, എല്ലാം ഒരേ റിവ്യൂ. 5/5 ഇട്ടേക്കുന്ന എല്ലാവരും എഴുതിയേക്കുന്നത് ഏകദേശം സെയിം റിവ്യൂ. അത് കഴിഞ്ഞിട്ട് പിന്നെയും 5/5 വന്നേക്കുന്നവർ ഇട്ടേക്കുന്നത് അടുത്ത് അതേപോലത്തെ തന്നെ വേറൊരു റിവ്യൂ, അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയിൽ മാത്രം ചിലർ വന്നിട്ട് ഒരു മിക്സഡ് റിവ്യൂ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് കണ്ടതോടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മൂവി കാണാനുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും നമ്മൾ എന്ത് വിശ്വസിച്ചാൽ ഇപ്പോൾ ഒരു മൂവി കാണാൻ പോവുക, ആരെയും വിശ്വസിച്ച് പോയി കാണാൻ പറ്റില്ല എന്നൊരു തോട്ട് തോന്നി. നമ്മൾ പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന കാര്യം എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ക്ലിയറായി.